ഹലോ നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് കിസാൻ വാനിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരളത്തിന്റെ നെല്ലറയായ പാലക്കാട് കഞ്ചിക്കോട് നിന്നും പാരമ്പര്യമായി നെൽകൃഷി ചെയ്തു പോരുന്ന ഒരു അടിപൊളി കർഷകയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആ ചേച്ചിയുടെ കൃഷി രീതികളെ കുറിച്ചും ഉള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് അറിയാം. ഹലോ, നമസ്കാരം ചേച്ചി. ഇവിടെ എങ്ങനെയാണ് സാധാരണ കൃഷി ചെയ്യുന്നത്? പറിച്ചു നടലാണോ അതോ വിതയ്ക്കുകയാണോ ചെയ്യുന്നത്? ആ, അപ്പൊ ഏതാണ് നമുക്ക് ഏറ്റവും നല്ലത്? പറിച്ചു നടുന്നതാണോ അതോ ഞാറ് വിതയ്ക്കുന്നതാണോ? ഇല്ല, നമ്മൾ വിതയ്ക്കുന്നതാണ് നമുക്ക് വിളവ് കൂടുതൽ കിട്ടുന്നത്. ആ, ഇത് ഏത് വെറൈറ്റിയാണ് ഇപ്പൊ നട്ടിരിക്കുന്നത്? ഞങ്ങള് ഉമ. ഇത് എത്ര ദിവസത്തെ വിളവുണ്ട് ഇതിന്? നമുക്ക് 120 ദിവസം. 120 ദിവസം മതി അല്ലേ? ഇപ്പൊ ഇത് ഇപ്പൊ ഒരു വർഷം ഒരു കൃഷിയാണോ അതോ രണ്ട് കൃഷിയാണോ? അല്ല, ഇവിടെ ഇപ്പൊ വെള്ളസൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു കൃഷി ചെയ്യാറുണ്ട്. അത് ഈ ജൂൺ ജൂലൈ മാസത്തിലാണല്ലേ അതോ? അല്ല, ജൂൺ ജൂലൈ മാസം. അപ്പൊ ഈ വിത്തിന്റെ ഗുണമൊക്കെ എന്താണ് ഇപ്പൊ ഈ ഉമയുടെ? ഉമ നല്ല വിളവുള്ള വിത്താണ്. ഒരു 10 സെന്റ് സ്ഥലത്തിലൊക്കെ നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 25 പുറം നെല്ല് കിട്ടും. രോഗപ്രതിരോധ ശക്തി എങ്ങനെയാണ്? രോഗപ്രതിരോധ ശക്തി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ആദ്യം വിളക്കുകയാണെങ്കിൽ ആദ്യം കണ്ട ഉഴുത് വൃത്തിയാക്കിയതിന് ശേഷം വിത്ത് എറിയും. 1 ഏക്കറിന് 5 പുറ വിത്താണ് വേണ്ടതല്ലേ? അപ്പൊ നമ്മൾ വിത്ത് എറിഞ്ഞതിന് ശേഷം വീണ്ടും 2 ചാൽ ആ വണ്ടി വിത്തിന്റെ മേലെ ഓടിക്കണം. അത് ശരി. എന്നുവെച്ചാൽ വിത്ത് മണ്ണിനിടയിലാക്കണം. ഇത് ചെറിയ വെള്ളത്തിലാണ് കഴിഞ്ഞാൽ ആ വിത്ത് കേട് വരാതെ കിടക്കും. 1 മാസം വരെ കേട് വരാതെ കിടക്കും. അപ്പൊ നമ്മൾ വിതച്ചതിന് ശേഷം കള വരാതിരിക്കാൻ വേണ്ടിയിട്ട് കളനാശിനി അടിക്കും 3 ദിവസത്തിനുള്ളിൽ. അത് ശരി. റെഫീറ്റ് എന്ന കളനാശിനി അടിച്ചാൽ അധികം കള മുളയ്ക്കില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ആയതിനു ശേഷം നമ്മൾ പെണ്ണുങ്ങളെ വിട്ടുള്ള കള വെറുതെ ഓരോന്നുള്ളത് പെറുക്കി എടുക്കുകയും 10-15 ദിവസത്തിനുള്ളിൽ വളം വീശണം. പൊതുവെ ഇത് പറിച്ചു നടുന്നതാണ് ഈ കളയുടെ ആക്രമണം കുറയുന്നത് പറിച്ചു നടുമ്പോഴാണല്ലേ? പറിച്ചു നടുമ്പോ ഞാറ് പാഴി നടുന്നതിലാണ് നമുക്ക് കളയുടെ ഇത് കുറഞ്ഞു കിട്ടുന്നത്. നമ്മള് ഈ കൊയ്യാനായിട്ട് നമ്മൾ മെഷീനാണോ ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് കൊയ്യുന്നത്? മെഷീനാണ്. വിളവ് നല്ലതാണെങ്കിൽ എത്ര വിളവ് കിട്ടും? അത് 1 ഏക്കറില് ചുരുങ്ങിയത് 250 പുറ നെല്ല് കിട്ടും. ആണല്ലേ? അപ്പൊ ഈ പൊതുവെ നോക്കിക്കളി ചെയ്താൽ ഒരു 250 പുറ നെല്ല് കിട്ടും അല്ലേ? നല്ല വിളവ് കിട്ടും. അപ്പൊ ഈ രണ്ട് കൃഷി ചെയ്യേണ്ട സ്ഥാനത്ത് ഒരു കൃഷി ആകുമ്പം അത് പൊതുവെ ഒരു നഷ്ടം നമുക്ക് വരില്ലേ പൊതുവെ? ഇല്ല. ആദ്യമൊക്കെ നമ്മൾ നല്ലപോലെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തത് നഷ്ടം ബാധകമല്ല. കാരണം രണ്ടാമത്തെ ചിലപ്പോ നമ്മള് നട്ടതാണെങ്കിലും നട്ട് ചിലപ്പോ പതിരാകുമ്പോ ഉണങ്ങിപ്പോകും. വെള്ള സൗകര്യം ഇല്ല. വെള്ളം ഉണ്ടെങ്കിൽ 2 കൃഷിക്ക് ഒരേപോലെ തന്നെ വിളവ് കിട്ടും. ശരി. അപ്പൊ എന്തായാലും ഉമയാണ് ഏറ്റവും നല്ലതല്ലേ അവിടെ പൊതുവെ? ഉമയാണ് ഇവിടെ ഒരു 10-20 കൊല്ലം പിടിച്ച് ഉമ തന്നെ ചെയ്യണം. ശരി. 1 ഏക്കറിന് 1 ചാക്ക് 15 ദിവസം കയറി പിന്നെ ഒരു 10 ദിവസം കഴിയും. അതിനെന്റെ മിക്സേല് പിന്നെ കതിരാകണ സമയത്ത് നമുക്ക് നെല്ല് വലിയ ഉണയില്ലെന്ന് കണ്ടാൽ സൾഫേറ്റ് നൈസിലൊന്ന് ഇറങ്ങി കൊടുക്കാം. കതിര് വലുതായി വരും. അതിനുവേണ്ടി ലാസ്റ്റ് ഒന്ന് സൾഫേറ്റ് എറിയും. അതിനിടയ്ക്ക് പുഴുക്കേടുണ്ടെങ്കിൽ പുഴുവിനുള്ള മരുന്നോ കളാട്ടെന്നുള്ള മരുന്ന് അടിച്ചു കൊടുക്കും. അത്രേ ഉള്ളു പരിപാടി. അപ്പൊ ശരി. അപ്പൊ ഈ വിളവ് നന്നായിട്ട് കൃഷി നന്നായിട്ട് വരട്ടെ. താങ്ക് യു. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ വീണ്ടും കണ്ടുമുട്ടാം.